നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ നല്ല ഫോട്ടോകൾ എടുക്കുന്ന ഒരാളാക്കുന്ന നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിലെ നോളജ് പടിപടിയായി ഉയർത്തുന്ന എൻ്റെ മലയാളം ഫോട്ടോഗ്രാഫി ഫ്രീ കോഴ്സിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്കാണ് നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. ആകെ 13 എപ്പിസോഡുകളിലൂടെയാണ് ഞാൻ ഈ ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ക്യാമറ വാങ്ങി അല്ലെങ്കിൽ ക്യാമറ സ്മാർട്ടായിട്ട് എങ്ങനെ വാങ്ങാമെന്ന് നമ്മൾ മനസ്സിലാക്കി. 2ാമത്തെ എപ്പിസോഡിൽ ക്യാമറയിൽ നിന്നും ഏറ്റവും നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണലി അല്ലെങ്കിൽ ക്യാമറയുടെ പുറത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ക്യാമറ എങ്ങനെ കേടൊന്നും വരാതെ ഒരുപാട് കാലം നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ 3ാമത്തെ എപ്പിസോഡിൽ ക്യാമറയിൽ നിന്നും ഏറ്റവും നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറയുടെ ഉള്ളിൽ അല്ലെങ്കിൽ സെറ്റിങ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ടേംസ് എല്ലാം കേട്ടിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഒരു ക്യാമറ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് സംഘടിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിലെ ഫോട്ടോഗ്രാഫർക്ക് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു പോളിസി ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഒരു സാധനം വാങ്ങാൻ വിചാരിച്ചാൽ പെട്ടെന്ന് അത് വാങ്ങണം. കാരണം ഏതായാലും വാങ്ങാൻ വിചാരിച്ചാൽ നമ്മൾ എന്തായാലും അത് വാങ്ങും. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് വാങ്ങുന്നു അത്രയും പെട്ടെന്ന് നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാമല്ലോ. പിന്നെ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ ക്യാമറ ഒരുപാട് നല്ല ഫോട്ടോകളും ഒരു പക്ഷേ ജോലി സാധ്യതയും പൈസയൊക്കെ റിട്ടേൺ തരാവുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ ഒട്ടും മടിക്കേണ്ടതില്ല. ഇത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു പോളിസിയാണ്, എൻ്റെ അഭിപ്രായമാണ്. നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാം. അപ്പോൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമ്മൾ 5000ൻ്റെ ക്യാമറ വാങ്ങുകയാണെങ്കിലും 50000ൻ്റെ ക്യാമറ വാങ്ങുകയാണെങ്കിലും ആ ക്യാമറയ്ക്ക് തരാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ക്വാളിറ്റി ഔട്ട്പുട്ട് പുറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഫോട്ടോ ക്വാളിറ്റി കൊണ്ട് ഞാനിവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ ഫോട്ടോഗ്രാഫിക് ക്വാളിറ്റി അല്ല, മറിച്ച് അതിൻ്റെ ഫയൽ ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോട്ടോഗ്രാഫിക് ക്വാളിറ്റി അടിപൊളിയാക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. നമ്മൾ പതുക്കെ അങ്ങോട്ട് എത്തിച്ചേരും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ക്യാമറയുടെ ഫയൽ ക്വാളിറ്റി. നമ്മളുടെ കയ്യിലുള്ള ക്യാമറയിൽ നിന്നും ഏറ്റവും നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അതായത് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ക്യാമറയുടെ ഓപ്ഷൻസിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, മെഗാ പിക്സൽ, ആസ്പെക്ട് റേഷ്യോ, ഔട്ട്പുട്ട് ക്വാളിറ്റി, ഔട്ട്പുട്ട് ഫോർമാറ്റ് മുതലായ കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തതുണ്ടെങ്കിലും ഡോൺ വെറി, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഓരോ ക്യാമറയ്ക്കും അതിൻ്റെ ഹാർഡ്വെയർ ലിമിറ്റേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു 24 മെഗാ പിക്സൽ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്കൊരു സിംഗിൾ ക്ലിക്കിൽ എടുക്കാവുന്ന മാക്സിമം ഫോട്ടോ സൈസ് 24 മെഗാ പിക്സലാണ്. നമുക്കത് കുറച്ച് 12 8 മെഗാ പിക്സലൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ മാക്സിമം ആയ 24 മെഗാ പിക്സലും കൂട്ടാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഹാർഡ്വെയറിൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണത്. അപ്പോൾ ഒരു 24 മെഗാ പിക്സൽ ക്യാമറ മേടിച്ചിട്ട് ഒരു 12 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ എടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ പകുതി ഇൻഫർമേഷൻസ് നഷ്ടപ്പെടുത്തുകയാണ് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഉള്ള പൈസയൊക്കെ കൊടുത്തിട്ട് ഒരുപാട് മെഗാ പിക്സലും നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള നല്ല ക്യാമറ മേടിച്ചിട്ട് അത് അതിൻ്റെ മുഴുവൻ കപ്പാസിറ്റിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുടക്കിയ പൈസ വെറുതെ ആയി പോവില്ലേ? അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ക്യാമറയിലെ സെറ്റിങ്സ് എല്ലാം മാക്സിമം ക്വാളിറ്റിയിൽ സെറ്റ് ചെയ്യണം. അത് ഏതൊക്കെയാണെന്നും എങ്ങനെ ചെയ്യാമെന്നും ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ സഹായിക്കും. ഇതൊന്നും വലിയ പാടുള്ള കാര്യങ്ങളല്ല. ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സെറ്റിങ്സുകളാണ് ഇവയിൽ പലതും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ നിന്നും നല്ല ഫോട്ടോ ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇന്ന് മാർക്കറ്റിൽ പല കമ്പനികളുടെയും ക്യാമറയുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും മെനു വ്യത്യാസം ഉണ്ടാവും. നമ്മളെല്ലാവരും പല ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓരോ ഫോണുകളിലും അതിൻ്റെ മെനു അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ഒക്കെ പല രീതിയിലാണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഫോണിൻ്റെ സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ഓപ്ഷൻസ് എല്ലാ ഫോണുകളിലും ഉണ്ടാവും. പക്ഷേ ഓരോ ഫോണുകളിലും നമ്മളത് ആക്സസ് ചെയ്യൽ വ്യത്യസ്തമായ മെനുകളിലൂടെയോ അല്ലെങ്കിൽ ബട്ടണുകളിലൂടെയോ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ക്യാമറകളിലും ഞാൻ ഈ പറയാൻ പോകുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും. പക്ഷേ ഓരോ ബ്രാൻഡിൻ്റെ ക്യാമറയുടെയും മെനുവിൽ അത് കൊടുത്ത രീതി അല്ലെങ്കിൽ ആക്സസ് ചെയ്യേണ്ട രീതി വ്യത്യാസമുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ മെനുവിൽ പോയിട്ട് നിങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു അല്പനേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതുമല്ല, കുറച്ചുകൂടി എളുപ്പത്തിന് നിങ്ങളുടെ ക്യാമറ നെയിമും മോഡൽ നെയിമും യൂട്യൂബിൽ അടിച്ചിട്ട് അതിൻ്റെ കൂടെ മെനു വാക്ക് ത്രൂ എന്നും കൂടി ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറയുടെ മെനു വിവരിക്കുന്ന ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് മാർക്കറ്റിൽ 100 കണക്കിന് ക്യാമറകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മെനു എനിക്കിവിടെ വിവരിച്ചു തരാൻ സാധിക്കാത്തത്. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ക്യാമറ ഓൺ ആക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കേണ്ട ബട്ടൺ ഏതാണെന്ന് അറിയാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമറ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന യൂസേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞ ചെറിയൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേജ് ഉണ്ടാവും. അതിൽ ഈ കാര്യങ്ങളൊക്കെ ഫോട്ടോ സഹിതം വിവരിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് മെഗാ പിക്സൽ എന്താണെന്ന് നോക്കാം. ഇതൊരു എക്സാമ്പിളിലൂടെ ഞാൻ വിവരിക്കാം. നമ്മൾ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒരു ഫോട്ടോയുടെ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ ഡയമെൻഷൻസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു 12 മെഗാ പിക്സൽ ഫോട്ടോയുടെ ഡയമെൻഷൻസ് 4000x3000 പിക്സൽസ് ആയിരിക്കും. എങ്ങനെയാണ് ഈ ഒരു 4000x3000 പിക്സൽസ് ഫോട്ടോ ഒരു 12 മെഗാ പിക്സൽ ക്യാമറയിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ഒരു 12 മെഗാ പിക്സൽ ഇമേജ് സെൻസറിൽ മുകളിലത്തെ നിരയിൽ 4000 പിക്സൽസും സൈഡിലുള്ള നിരയിൽ 3000 പിക്സൽസും ഉണ്ടാവും. അങ്ങനെ ഈ ഓരോ പിക്സലുകളും കാണുന്ന അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്ന ലൈറ്റാണ് നമുക്ക് ഓവറോൾ ഒരു 12 മെഗാ പിക്സൽ ഫോട്ടോ ഔട്ടായിട്ട് കിട്ടുന്നത്.
എന്താണ് ഈ 12 മെഗാ പിക്സൽ? 4000 × 3000 എന്ന് നമ്മളൊരു കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1,20,00,000 അല്ലെങ്കിൽ 12 മില്യൺ എന്നൊരു സംഖ്യ കിട്ടും. അപ്പോൾ ഈ സെൻസറിൽ 12 മില്യൺ പിക്സൽസ് ഉണ്ടെന്നർത്ഥം, അതായത് 12 മെഗാ പിക്സൽ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ക്യാമറയുടെ സെൻസറിലുള്ള ടോട്ടൽ പിക്സൽ കൗണ്ടാണ് മെഗാ പിക്സൽ. ഒരു ക്യാമറ സെൻസറിൻ്റെ മാക്സിമം പിക്സൽ കൗണ്ടിനെ നമുക്ക് നെഗറ്റീവ് മെഗാ പിക്സൽ എന്ന് വിളിക്കാം. അതായത് ഒരു സെൻസറിന് യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മെഗാ പിക്സലാണ് അതിൻ്റെ നെഗറ്റീവ് മെഗാ പിക്സൽ. ഇനി നിങ്ങൾക്ക് ഈ കണക്കൊക്കെ കേട്ടിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മറന്നേക്ക്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ വലിപ്പമാണ് മെഗാ പിക്സൽ. വലിയ മെഗാ പിക്സലുള്ള ക്യാമറകളിൽ എടുത്ത ഫോട്ടോ ഒരുപാട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിലെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും. മാക്സിമം ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ ക്യാമറയിലെ മെഗാ പിക്സൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഹൈ എൻഡ് അല്ലെങ്കിൽ മാക്സിമം നമ്പർ സെറ്റ് ചെയ്യണം. അടുത്ത ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ആസ്പെക്ട് റേഷ്യോ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോയുടെ ഹൈറ്റും വിഡ്ത്തും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആസ്പെക്ട് റേഷ്യോ. സാധാരണ ക്യാമറകൾക്ക് നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോ 3:2 അല്ലെങ്കിൽ 4:3 ആണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഇതിലേതാണ് സെൻസറിന്റെ മാക്സിമം സൈസ് ഉപയോഗിക്കുന്ന ആസ്പെക്ട് റേഷ്യോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ക്യാമറയുടെ മെഗാ പിക്സൽ ഫുൾ ആക്കിയതിന് ശേഷം ഓരോ ആസ്പെക്ട് റേഷ്യോയിലും ഓരോ ടെസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഇത് അധികമൊന്നും ഉണ്ടാവില്ല, 3-4 ആസ്പെക്ട് റേഷ്യോ ഓപ്ഷൻസ് ആണ് മിക്കവാറും ക്യാമറകളിലൊക്കെ ഉണ്ടാവാറ്. ചുരുക്കി പറഞ്ഞാൽ ഇത് 3-4 ക്ലിക്ക് ചെയ്ത് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സോണി A7R4 ക്യാമറയുടെ നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഓരോ ആസ്പെക്ട് റേഷ്യോയിലും ഓരോ ഫോട്ടോ എടുക്കുന്നു. ഏത് ആസ്പെക്ട് റേഷ്യോയിലാണ് എടുത്തതെന്ന് എളുപ്പത്തിൽ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ക്രീനിൽ ആ ആസ്പെക്ട് റേഷ്യോയുടെ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. മെഗാ പിക്സൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ മാക്സിമം ആക്കി വെച്ചു എന്നുള്ളത് ഓർമ്മിക്കുക. എന്നിട്ട് ആ ഫോട്ടോ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഇട്ടതിന് ശേഷം അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും തമ്മിൽ ഗുണിച്ചു നോക്കുക. ഈ ഹൈറ്റും വിഡ്ത്തും എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഒരു ഫോട്ടോ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഇട്ടിട്ട് അതിൻ്റെ ഓപ്ഷൻസിലോ പ്രോപ്പർട്ടീസിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റും വിഡ്ത്തും കാണാൻ പറ്റും. ഇങ്ങനെ ഗുണിച്ചിട്ട് അതിൽ ഏറ്റവും വലിയ നമ്പർ കിട്ടുന്ന ആ ഫോട്ടോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആസ്പെക്ട് റേഷ്യോ ആണ് നിങ്ങളുടെ നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ മാക്സിമം ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ എൻ്റെ ക്യാമറയുടെ നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോ 3:2 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം 3:2 സെറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത ഫോട്ടോയിലാണ് ഏറ്റവും കൂടുതൽ മെഗാ പിക്സൽസ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാമറയുടെ നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ കണ്ടുപിടിച്ച പ്രകാരം ഏറ്റവും മാക്സിമം ഏതാണോ അത് സെറ്റ് ചെയ്യുക. ഇനി എന്തിനാണ് നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്താൽ പോരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഞാനതൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. എൻ്റെ ക്യാമറയുടെ നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോ ആയ 3:2 എടുത്തൊരു ഫോട്ടോ ആണിത്. ഇത് സെയിം ഫ്രെയിം ഞാൻ 16:9 എടുത്തത്. 16:9 എടുത്തപ്പോൾ ക്യാമറ താഴെയും മുകളിലുള്ള സെൻസറിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്താണ് ഫോട്ടോ എടുത്തത്. അതായത് ആ താഴെയും മുകളിലുള്ള നഷ്ടപ്പെട്ടു പോയ ആ ഭാഗങ്ങൾ പിന്നീട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കത് കിട്ടില്ല. കാരണം ക്യാമറ ആ ഭാഗം ക്യാപ്ചർ ചെയ്തിട്ടില്ല. പകരം നമ്മൾ നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോയിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ക്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് 16:9 ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെൻസറിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ക്യാമറയ്ക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോ ഉപയോഗിക്കുന്നത്. അടുത്ത ഓപ്ഷൻ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ്. ഇത് ഫയൽ സൈസ് മാനേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറ തരുന്നൊരു ഓപ്ഷനാണ്. നമ്മുടെ ക്യാമറയിലെ മെമ്മറി കാർഡ് ഫുൾ ആവാനായി എന്ന് വിചാരിക്കുക, പക്ഷേ നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഫോട്ടോ എടുക്കാനുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മളുടെ ഫയൽ സൈസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഔട്ട്പുട്ട് ക്വാളിറ്റി. പക്ഷേ നമ്മൾ എപ്പോഴും ഇത് മാക്സിമം ക്വാളിറ്റിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം. ലോ ക്വാളിറ്റി ഫോട്ടോ കിട്ടാനായിരുന്നെങ്കിൽ നമുക്ക് ഇതിലും വില കുറഞ്ഞൊരു ക്യാമറ മേടിച്ചാൽ മതിയായിരുന്നല്ലോ. അതുകൊണ്ട് അടുത്തതായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ക്വാളിറ്റി മാക്സിമം ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കമ്പനികളുടെയും ക്യാമറയിൽ പല പേരുകളിലാണ് ഇതുണ്ടാവുക. എൻ്റെ കയ്യിലുള്ള സോണി ആൽഫ ക്യാമറയിൽ ഇതിനെ JPG ക്വാളിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ഹൈ എൻഡ് ഓപ്ഷന് എക്സ്ട്രാ ഫൈൻ എന്നാണ് സോണി പേര് കൊടുത്തിരിക്കുന്നത്. ചില ക്യാമറകളിലൊക്കെ ബെസ്റ്റ്, ഫൈന്, സൂപ്പർ ഫൈന്, മാക്സിമം എന്നൊക്കെ പല പേരുകളും ഈ ഒരു ഹൈ എൻഡ് ഓപ്ഷന് കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ മെനുവിൽ പോയിട്ട് എല്ലാം ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ വ്യത്യാസമുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന അർത്ഥം ഒന്ന് തന്നെ ആയിരിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അപ്പോൾ നമ്മൾ മെഗാ പിക്സൽ മാക്സിമം ആക്കി സെറ്റ് ചെയ്തു, ആസ്പെക്ട് റേഷ്യോ നെഗറ്റീവ് നമ്പറിൽ സെറ്റ് ചെയ്തു, ഫയൽ ക്വാളിറ്റി മാക്സിമം അല്ലെങ്കിൽ ഹൈ എൻഡ് ഓപ്ഷനായി സെറ്റ് ചെയ്തു. ഇനി അടുത്തത് ഇമേജ് ഫോർമാറ്റാണ്. ഇമേജ് ഫോർമാറ്റ് എന്നാൽ ക്യാമറ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോയുടെ ഫോർമാറ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിചയമുള്ളൊരു ഫോർമാറ്റ് ആയിരിക്കും .jpeg അല്ലെങ്കിൽ .jpg. ഇതൊരു ഇമേജ് ഫോർമാറ്റാണ്. എല്ലാ ക്യാമറകളിലും JPG ഉണ്ടാവും. എന്നാൽ ക്യാമറകളിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഫോർമാറ്റാണ് റോ ഫോർമാറ്റ്. റോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയ്ക്ക് കളറിലും വെളിച്ചത്തിലൊക്കെ ഒരു അല്പം മാറ്റം വരുന്നത്.
ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഒരു ഫോൺ അല്ലെങ്കിൽ ക്യാമറ ഈ ഇമേജിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും, അഥവാ ഒന്ന് സ്വയം എഡിറ്റ് ചെയ്യും. ഇതുകൊണ്ടാണ് നമുക്ക് ഫോണിൽ നമ്മൾ നേരിട്ട് കാണുന്നതിലും വ്യത്യാസമുള്ള ഫോട്ടോകൾ നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഏതൊരു മൊബൈൽ ഫോണും അല്ലെങ്കിൽ ക്യാമറയും എടുക്കുന്ന ഫോട്ടോകളും അവർ കുറച്ചൊന്ന് പ്രോസസ്സ് ചെയ്ത് ചില മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷമാണ് നമ്മൾക്ക് ഫൈനൽ ഫോട്ടോ ഔട്ട്പുട്ട് തരിക. ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? തീർച്ചയായിട്ടും ആ ഫോട്ടോൻ്റെ ഭംഗി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്. ചില ക്യാമറകൾ കളർ ടോണൊക്കെ മാറ്റിയിട്ട് ഫോട്ടോ ഒന്ന് ഭംഗിയാക്കും. ഇനി ചില ക്യാമറകൾ ഓട്ടോ HDR അല്ലെങ്കിൽ നോയ്സ് റിഡക്ഷൻ മുതലായ ഒരുപാട് ഫിൽറ്ററുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് ഫൈനൽ ഫോട്ടോ ഔട്ട് തരിക. എന്നാൽ ഈ പ്രോസസ്സുകളൊന്നും ചെയ്യാത്ത പച്ചയായ ഫോട്ടോ, അതായത് ക്യാമറയുടെ സെൻസർ എന്താണോ ക്യാപ്ചർ ചെയ്തത് ആ ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ ഒന്നും ചെയ്യാതെ തരുന്ന ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ റോ എന്ന് വിളിക്കുന്നത്. ഞാൻ പൊതുവേ എന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ കാരണം ഓരോ ക്യാമറ കമ്പനികളും അവർ സ്വന്തമായിട്ട് പേരിട്ടൊരു ഫോർമാറ്റിലാണ് അവരുടെ റോ കൊടുക്കുക. സോണി ആൽഫ ക്യാമറകളുടെ റോ ഫോർമാറ്റിൻ്റെ പേര് .arw എന്നാണ്. ഒരുവിധം എല്ലാ ഫോർമാറ്റുകളും അഡോബ് ഫോട്ടോഷോപ്പിലും അഡോബ് ലൈറ്റ് റൂമിലൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇനി അതുമല്ലെങ്കിൽ അഡോബ് DNG കൺവേർട്ടർ എന്നൊരു ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ ഏതൊരു റോ ഫോർമാറ്റിനെയും യൂണിവേഴ്സൽ ഫോർമാറ്റ് ആയിട്ടുള്ള .dng എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ നെഗറ്റീവ് എന്നുള്ളതിൻ്റെ ചുരുക്ക രൂപമാണ് .dng. DNGയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു യൂണിവേഴ്സൽ ഫോർമാറ്റാണ്, അതായത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു റോ ഫോർമാറ്റാണ് DNG. അതുകൊണ്ട് തന്നെ ഈ DNG നമ്മുടെ മൊബൈലിലെ സ്നാപ്സീഡിൽ വരെ ഓപ്പൺ ആവും. ഇനി ഈ റോയ്ക്കും JPGക്കുള്ള ചില വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. JPG നമുക്ക് എളുപ്പത്തിൽ കോപ്പി ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫയൽ ഫോർമാറ്റാണ്. ഇങ്ങനെ JPGയുടെ ഫയൽ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റാത്ത പല ഇൻഫർമേഷൻസും, അതായത് ഷാഡോ ഹൈലൈറ്റ് ഏരിയകളിൽ നമുക്ക് പൊതുവെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത പല എക്സ്ട്രാ ഇൻഫർമേഷൻസും JPG കട്ട് ചെയ്യും. അതുകൊണ്ട് ഫോട്ടോ കാണുമ്പോൾ നമുക്ക് വ്യത്യാസമൊന്നും തോന്നില്ല. പക്ഷേ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ഷാഡോ ഉള്ള ഭാഗങ്ങളിലെ ഡീറ്റെയിൽസ് ഒക്കെ തിരിച്ചെടുക്കുന്ന സമയത്ത് ഈ എക്സ്ട്രാ ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമുണ്ടാവും. പക്ഷേ JPG ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഇരുട് നിറഞ്ഞ ഭാഗങ്ങളിലെ ഇൻഫർമേഷൻസ് റോവിനെ അപേക്ഷിച്ചിട്ട് അവിടെ കുറവായിരിക്കും. കാരണം എന്താ? നോർമൽ ഫോട്ടോയിൽ ഏതായാലും ആ ഭാഗം കാണുന്നില്ല. എന്നാൽ പിന്നെ കുറേ MB കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് JPG ആ MB ഒക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് സൈസ് ലാഭിച്ചതാണത്. പക്ഷേ റോ ഫോർമാറ്റിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം സേവ്ഡ് ആയിരിക്കും. അതായത് ഫോട്ടോ എടുക്കുമ്പോൾ ആ ക്യാമറയുടെ സെൻസർ സെൻസ് ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും ആ ഒരു റോ ഫോർമാറ്റിൽ സേവ്ഡ് ആയിരിക്കും. ഇതേ കാരണം കൊണ്ട് തന്നെ റോയുടെ ഫയൽ സൈസ് JPGയുടെ ഫയൽ സൈസിനെ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതലായിരിക്കും. എൻ്റെ ക്യാമറയുടെ നെഗറ്റീവ് മെഗാപിക്സൽ 61 മെഗാപിക്സലാണ്. ഇതിൻ്റെ JPG ഫയൽ സൈസ് സാധാരണ 20 MB മുതൽ ഒരു 40 MB അല്ലെങ്കിൽ ഒരു 50 MB വരെയൊക്കെയാണ് മാക്സിമം ഉണ്ടാവാറ്. എന്നാൽ ഇതിൻ്റെ റോ ഫയലിൻ്റെ സൈസ് 117 MBയിലാണ് സേവ് ആവാറ്. ഇങ്ങനെ ഓരോ ക്യാമറയുടെയും മെഗാപിക്സലിനനുസരിച്ചിട്ട് അതിൻ്റെ റോയുടെയും JPGയുടെയും ഫയൽ സൈസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മികച്ച എഡിറ്റിംഗ് ഓപ്ഷൻസ് കിട്ടാൻ നമുക്ക് റോ ആണ് ആവശ്യം. എന്നാൽ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാനും കോപ്പി ചെയ്യാനൊക്കെ നമുക്ക് JPG ആണ് കൂടുതൽ സുഖപ്രദം. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഫോർമാറ്റ് റോ ആൻഡ് JPG എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എല്ലാ ക്യാമറകളിലും ഇവയിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ അധികം എഡിറ്റൊന്നും ചെയ്യാനില്ലാത്ത ഫോട്ടോകളാണെങ്കിൽ നിങ്ങൾക്ക് JPG ഓൺലി മോഡിൽ എടുക്കാം. ഇനി അതല്ലാതെ JPG ആൻഡ് റോ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മെമ്മറി കാർഡിൽ ധാരാളം സ്പേസ് ഉണ്ടായാൽ മതി. ഇങ്ങനെ രണ്ടും കൂടി എടുക്കുമ്പോൾ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ റോ എടുത്ത് എഡിറ്റും ചെയ്യാം. ഇനി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ JPG ഉപയോഗിച്ചിട്ട് റോ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം, റോ എന്ന് പറഞ്ഞത് ഒരു അൺപ്രോസസ്ഡ് ഇമേജ് ഫോർമാറ്റാണ്. അതായത് നിങ്ങൾ മെഗാപിക്സൽ കുറച്ചാലും അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളർ ടോൺ ഫിൽറ്ററുകളൊക്കെ മെനുവിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുത്താലും അതൊന്നും ഈ റോയെ ബാധിക്കില്ല. അതെല്ലാം JPGയെ മാത്രമേ ബാധിക്കുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്താലും റോ അതിൻ്റെ ഫുൾ സൈസിൽ ഒരു മാറ്റവും ഇല്ലാതെ ക്യാമറ സെൻസർ എന്താണോ സെൻസ് ചെയ്തത് ആ ഒരു ഇൻഫർമേഷൻ അതുപോലെ തന്നെ സേവ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ആസ്പെക്ട് റേഷ്യോയ്ക്ക് മാത്രം ഇതിൽ ചെറിയൊരളവുണ്ട്. ആസ്പെക്ട് റേഷ്യോ മാറ്റിയാൽ അത് റോയുടെ ഫയൽ സൈസിലും അല്ലെങ്കിൽ ഫയൽ ഡയമെൻഷൻസിലും ചെറിയ മാറ്റം വരുത്തും. പക്ഷേ മറ്റ് കളർ ഫിൽറ്ററുകളും ഔട്ട്പുട്ട് ക്വാളിറ്റി ഓപ്ഷനൊന്നും റോയെ ബാധിക്കുകയില്ല. ഉദാഹരണത്തിന് ഒരു 24 മെഗാപിക്സൽ ക്യാമറയുടെ ഫയൽ സൈസ് ഞാൻ കുറച്ചിട്ട് ഒരു 8 മെഗാപിക്സലായിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 8 മെഗാപിക്സൽ JPGയും പക്ഷേ 24 മെഗാപിക്സൽ റോയും തന്നെ കിട്ടും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ക്ലാസ്സുകളിൽ ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയാറുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഓരോ കാര്യങ്ങളും ടെക്നിക്കൽ ഡീറ്റെയിൽസ് അധികമില്ലാതെ വളരെ സിമ്പിളായിട്ടും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഷോർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറ്. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഒക്കെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചുരുക്കി പറയൽ മാത്രം മതി നിങ്ങൾക്കിത് മനസ്സിലാവാൻ. പക്ഷേ ഈ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര സംഭവമായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഇത് വെറും തോന്നൽ മാത്രമാണ്. നിങ്ങൾ ക്യാമറയും പിടിച്ചിട്ട് കുറച്ച് കാലം നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ അന്ന് അങ്ങനെ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നത് നല്ലതാണ്.
അപ്പോൾ ഫയൽ ഫോർമാറ്റിനെ പറ്റിയിട്ട് ഞാനൊന്ന് ചുരുക്കി പറയാം. JPG എന്ന് പറഞ്ഞത് ഒരു ഫയൽ സൈസ് കുറഞ്ഞ ഫോർമാറ്റാണ്, എന്നാൽ RAW എന്ന് പറയുന്നത് സൈസ് കൂടിയ ഫോർമാറ്റും. ഈ സൈസ് വ്യത്യാസത്തിന് കാരണം RAW എന്ന് പറയുന്നത് ക്യാമറയുടെ ഇമേജ് സെൻസർ ക്യാപ്ചർ ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും സേവ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റാണ്. മറിച്ച് JPG നമുക്ക് എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാനും സേവ് ചെയ്യാനും കോപ്പി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഫയൽ സൈസ് കുറഞ്ഞ എക്സ്ട്രാ ഇൻഫർമേഷൻസ് എല്ലാം കട്ട് ചെയ്ത് ചെറുതാക്കിയ ഒരു ഫയൽ ഫോർമാറ്റാണ്. ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചം കൂട്ടുക, കുറയ്ക്കുക, കളറുകളിൽ മാറ്റം വരുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ എക്സ്ട്രാ ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ നമുക്ക് RAW ഫോർമാറ്റും, ഇനി അതല്ല എഡിറ്റ് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഫോട്ടോകളാണെങ്കിൽ നമുക്ക് JPG മോഡിലും ഷൂട്ട് ചെയ്യാം. ഇനി ചെറിയ തരത്തിലുള്ള കളർ എക്സ്പോഷർ ചേഞ്ചുകളൊക്കെ നമുക്ക് JPGയിലും വരുത്താവുന്നതാണ്. പക്ഷേ നമ്മുടെ ക്യാമറയിൽ നമുക്ക് RAW എന്നൊരു ഫോർമാറ്റ് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു ക്യാമറ മേടിച്ചത് ചുമ്മാ JPG എഡിറ്റ് ചെയ്യാനല്ലല്ലോ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വിവരിച്ചത്. ഇനി മെമ്മറി കാർഡിൽ ധാരാളം സ്പേസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് RAWയും JPGയും രണ്ടും കൂടി ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ RAW ഉപയോഗിക്കാം, അല്ലെങ്കിൽ JPG ഉപയോഗിക്കാം. പിന്നീട് ഈ RAW സേവ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ മെമ്മറി കാർഡ് ഫുള്ളായതറിയാതെ എവിടെയെങ്കിലും ഫോട്ടോ എടുക്കാൻ പോയിട്ട് നിങ്ങൾ ചമ്മിപ്പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അങ്ങനത്തെ രസകരമായ അനുഭവങ്ങളൊക്കെ അറിയാൻ എനിക്കും മറ്റ് ഓഡിയൻസിനും താല്പര്യമുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറയിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മെയിൻ പോയിന്റുകളൊന്ന് ഓടിച്ചിട്ട് നോക്കാം. ഫസ്റ്റ്, മെഗാപിക്സൽ മാക്സിമം ആയിട്ട് സെറ്റ് ചെയ്യുക. സെക്കൻഡ്, ആസ്പെക്ട് റേഷ്യോ നെഗറ്റീവ് നമ്പറിൽ സെറ്റ് ചെയ്യുക. മിക്കവാറും ക്യാമറകൾ ഇത് 4:3 അല്ലെങ്കിൽ 3:2 ആണ് ഉണ്ടാവുക. ഇനി ചില ക്യാമറകളിൽ ഇത് വ്യത്യാസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് ആസ്പെക്ട് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് ഈ ഒരു എപ്പിസോഡിൽ നോക്കി. മൂന്നാമതായിട്ട് ഇമേജ് ക്വാളിറ്റി മാക്സിമം ആയിട്ട് സെറ്റ് ചെയ്യുക. ഫോർത്ത് ആൻഡ് ഫൈനൽ നമ്മൾ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഫോർമാറ്റ് സെലക്ട് ചെയ്തു. ഇത് RAW അല്ലെങ്കിൽ JPG, ഇനി ഇത് രണ്ടും കൂടി കിട്ടാനുള്ള ഓപ്ഷൻ, ഇങ്ങനെ മൂന്നിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ ഓരോ ഫോർമാറ്റിൻ്റെയും വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഫോർമാറ്റ് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ തേർഡ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങൾ നിങ്ങളുടെ ക്യാമറയുടെ ഫുൾ കപ്പാസിറ്റി അറിയാതെ ഏതെങ്കിലും ഓപ്ഷൻ ലോ ക്വാളിറ്റിയിൽ ഉപയോഗിച്ചിട്ടാണ് ഇതുവരെ ഫോട്ടോ എടുത്തതെന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റിൽ ഒന്ന് എഴുതുക. നിങ്ങളത് മനസ്സിലാക്കാൻ സഹായിച്ചു എന്നുള്ളത് എനിക്കൊരു സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും ഈ ഒരു തേർഡ് ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് കമൻറ്റിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തോ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മാത്രമല്ല നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ ഒരു കോഴ്സ് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാവ് എ ക്രിയേറ്റീവ് ആൻഡ് വണ്ടർഫുൾ ഡേ. ആഷിഖ് അസീം സൈനിങ് ഔട്ട്.